ഇവിടെ നമുക്ക് സൗദി അറേബ്യയിലെ വാറ്റ് രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് എങ്ങനെ വാറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഗാസറ്റിൻ്റെ സൈറ്റിൽ പോയിട്ട് നമ്മൾ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. ഓക്കെ, ലോഗിൻ ചെയ്തതിന് ശേഷം OTP വരും. ആ OTP കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഉള്ളോട്ട് പ്രവേശിക്കുക. OTPക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലത്തെ നല്ല ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. OTP വരാൻ കുറച്ച് താമസമുണ്ട്. OTP വന്നു. OTP എൻട്രി ആണ്. അതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ സൈറ്റിലോട്ട് പ്രവേശിക്കുകയാണ്. സൈറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു ഇൻ്റർഫേസാണ് നമുക്ക് കാണുക. ഓക്കെ, ഇതിൽ നമ്മൾ ചെയ്യേണ്ട കേസ് കറസ്പോണ്ടൻസ് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് കറസ്പോണ്ടൻസ് എന്ന് കാണുന്ന ടാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 2 ടാബ് കാണും, സക്കാത്ത്, വാറ്റ്. അതിൽ നമ്മൾ വാറ്റിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ വാറ്റ് സർട്ടിഫിക്കറ്റാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അതിന് വാറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് അവിടെ ഉള്ളത് അത് മുഴുവൻ വരും. അതായത് എന്തെല്ലാം കാര്യങ്ങളാണ് വാറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് മെയിലും മെസ്സേജും അയച്ചിട്ടുള്ളത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഉണ്ടാവും. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതുണ്ടാവും. വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്ത കേസുകൾ അതുണ്ടാവും. ഇപ്പോൾ ഇവിടെ നമ്മൾ പുതിയതാണ് 2 കേസേ ഉള്ളൂ. നമ്മൾ വാറ്റ് റിക്വസ്റ്റ് ചെയ്ത അക്നോളജ് ലെറ്ററും നമ്മളെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും. അപ്പോൾ ഇതാണ് നമ്മളെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ താഴെ കണ്ടോ ഡൗൺലോഡായി വന്ന്. അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മളെ വാറ്റ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഇതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. നമ്മളെ വാറ്റ് നമ്പർ എത്രയാണ്, വാറ്റ് രജിസ്ട്രേഷൻ നമ്പർ, ടാക്സ് പെയർ നെയിം, എഫക്റ്റീവ് രജിസ്ട്രേഷൻ ഡേറ്റ്, എന്ന് മുതലാണ് വാറ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഫസ്റ്റ് പേജിൽ കാണാം. ടാക്സ് പെയർ അഡ്രസ്സ്, ഇത് സെക്കൻഡ് പേജ്. ടാക്സ് പെയർ നെയിം, അത് നമ്മളെ ലൈസൻസ് നമ്പർ, അതായത് CR നമ്പർ അല്ലെങ്കിൽ കോൺട്രാക്ട് നമ്പർ, ടാക്സ് പീരീഡ് ക്വാർട്ടർലി ആണോ മന്ത്ലി ആണോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഫയലിംഗ് ഡ്യൂ ഡേറ്റ്, എന്നാണ് നമ്മൾ ഫസ്റ്റ് ഫയൽ ചെയ്യേണ്ട ഡേറ്റ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ബ്രാഞ്ച് അഡ്രസ്സൊക്കെ കാണാം. ഇപ്പോൾ 1, 2 ഇവിടെ ഒരു ബ്രാഞ്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ 1 ഞാനവിടെ മറച്ച് വെച്ചിട്ടാണുള്ളത്. 2, 3 ഒക്കെ ഉണ്ടെങ്കിൽ ആ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളെ വാറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലത്തെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.